വാർഷികം, അതായത് സുവർണ ജൂബിലി ആഘോഷിക്കപ്പെടുന്ന ഈ സമയത്ത് എന്തായാലും ഒരുക്കിയിട്ടുള്ള വിരുന്നുകൾ വളരെ ഹൃദ്യവും അഭിമാനകരവുമാണ്. ഇപ്പം നമ്മളിവിടെ കണ്ട ആവേശം, അതായത് ഈ സ്കൂളിൻ്റെ ആരംഭകാലം മുതൽ പ്രഥമാധ്യാപകരായിട്ടും മറ്റധ്യാപകരായിട്ടുമൊക്കെ ഇരുന്നവരെ ആദരിക്കുമ്പോൾ നമ്മുടെ സദസ്സിൽ നിന്നുണ്ടായ ഈ ആവേശം തന്നെ നമുക്ക് അഭിമാനകരവും അതൊരു ആശംസയുമാണ്. ഈ ഹെഡ് മാസ്റ്റർമാരായിട്ട് നമ്മൾ ആദ്യ കാലഘട്ടത്തിലുള്ളവരെ ആദരിക്കുമ്പോൾ ഞാനും ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ബഹുമാനപ്പെട്ട സുകുമാരൻ സാറും സുധാകരൻ സാറും കൈമള സാറും ഒക്കെ എൻ്റെയും അധ്യാപകനാണ്. അങ്ങനെ ഈ സ്കൂളിൽ പഠിച്ച എനിക്ക് ഈ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് അവരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന പരിപാടിയിൽ നമ്മളെല്ലാവരും കണ്ടും കേട്ടും ഒപ്പം ഇവിടെ നടത്തിയിട്ടുള്ള ബൃഹത്തായ പരിപാടികളിലൊന്നായിരുന്നു ഇപ്പോൾ ഇവിടെ നടന്ന ഈ പരിപാടി. ഈ പരിപാടി നടന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ശരിക്കും അവർ വന്ന് ഏറ്റുവാങ്ങിയ ആ സമ്മാനം എന്നെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ സാറന്മാർ എൻ്റെ മുമ്പ് വന്നൊരു സമ്മാനം വാങ്ങുമ്പോൾ എനിക്ക് സത്യത്തിൽ എൻ്റെ ദൈവമേ, ഞാനിങ്ങനെ അത് ആരോട് പറഞ്ഞ് എനിക്ക് അറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമത. കാരണം അവരൊന്നുകൂടെ എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആലോചിച്ചു അന്നേരം. ഇപ്പോൾ ഒരു നാടകീർത്തം എന്നുള്ള രീതിയിലല്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പകരം ഞാനിവിടെ പഠിച്ചു പോയെന്ന ഒരു വിദ്യാർത്ഥി, പിന്നെ എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഏറ്റുവാങ്ങിയ സമ്മാനം അത് ഞങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള, അത് എൻ്റെ ടീച്ചർമാർ വന്ന് വാങ്ങിയ ആ മനോഹരമായ ഒരു ദിവസം എത്ര കാലങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് കടന്നുപോയത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയങ്കരായ സഹപ്രവർത്തകരെ, പിഞ്ചു മക്കളെ, നാം ഇന്ന് ഈ സ്കൂളിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുകയാണ്. 1956 ഉടലെടുത്ത ഈ നാട്ടിലെ സാമുദായികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിന്നിരുന്ന നാടിനെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം അർപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനം ഉടലെടുക്കുവാൻ വേണ്ടി അശ്രീണ പരിശ്രമം നടത്തിയ ഈ നമ്മളിൽ മഹത് വ്യക്തികളെന്നും നമ്മളിൽ ഇപ്പോഴില്ല. അവരെല്ലാവരെയും, എല്ലാ മഹൽ വ്യക്തികളെയും സ്മരിച്ചുകൊള്ളുന്നു ഈ തരുണത്തിൽ. ആദരിക്കൽ ചടങ്ങിൽ സംബന്ധിക്കാൻ എന്നെ ക്ഷണിക്കുകയും ഇവിടെ തക്ക സമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്തു. ആദരവെല്ലാം ഏറ്റുവാങ്ങി. ഈ വേളയിൽ, അല്ലെങ്കിൽ ഈ സുദിനത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ തന്നെയും സമയക്കുറവ് മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഇതിൻ്റെ സംഘാടകരോടും ഈ PTA ഭാരവാഹികളോടും എനിക്ക് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. എൻ്റെ സ്വന്തം അഭിപ്രായമാണ്, മറ്റുള്ളവരുടേതല്ല. അത് നിങ്ങൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. എന്തായാലും ഈ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ തൊട്ടടുത്ത് വരുന്ന അക്കാഡമിക് ഇയറിലേക്ക്, അതല്ലെങ്കിൽ അധ്യയന വർഷത്തിൽ പ്രവേശനം നേടുന്ന ആദ്യത്തെ 50 വിദ്യാർത്ഥികൾക്കെങ്കിലും നിങ്ങൾ സൗജന്യമായിട്ടുള്ള യൂണിഫോം, അതോടൊപ്പം പഠനോപകരണങ്ങൾ നൽകണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. നിറഞ്ഞ സഹപ്രവർത്തകരെ, ഇഷ്ടജനങ്ങളെ, നാട്ടുകാരെ, രക്ഷകർത്താക്കളെ, ഈ യോഗത്തിൽ പങ്കെടുത്ത് 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം നൽകി തന്ന കരുണാമയനായ ജഗദീശനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. ഈ യോഗത്തിൽ എൻ്റെ കർത്തവ്യം നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. അങ്ങ് തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ സുവർണ്ണ